കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യയ്ക്ക് ബിനാമി സ്വത്ത് ഇടപാടുകളെന്ന് KSU നേതാവ് മുഹമ്മദ് ഷമ്മാസ്. പി ദിവ്യ ഭർത്താവിന്റെയും ബിനാമികളുടെയും പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയെന്നാണ് ആരോപണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ കരാറുകൾ ബിനാമി കമ്പനിക്ക് നൽകിയെന്നും KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു. വിവരങ്ങളുമായി സജോ ദേവസ്യാണ് ചേരുന്നത്. സജോ, ഇത് ആ ദിവസങ്ങൾ നമ്മുടെ നവീൻ ബാബു ആത്മഹത്യാ ദിവസങ്ങളിലെ ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ ഉന്നയിക്കുന്നതായിരുന്നു. ഇങ്ങനെ പൊടുന്നതിനൊരു കമ്പനി ഉണ്ടാകുന്നു, അതിനുശേഷം പഞ്ചായത്തിലെ കരാറുകളൊക്കെ ആ കമ്പനിക്ക് പോകുന്നു, അതിൻ്റെ ഉടമസ്ഥ ഒക്കെ ദിവ്യ അവർക്ക് സുഹൃത്തുക്കളാണ് എന്നൊക്കെ ആരോപണങ്ങൾ അന്ന് കേട്ടതല്ലാതെ അത് രേഖാപരമായ വസ്തുനിഷ്ഠമായൊന്നും കേട്ടിരുന്നില്ല. എന്താണ് ഇപ്പോൾ ഷമ്മാസ് പറയുന്നത്? സജോ. ഹാഷ്മി, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ആരോപിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ അവർ ബിനാമി സ്വത്ത് ഇടപാടുകൾ നടത്തി എന്നതാണ് ഷമ്മാസിന്റെ ആരോപണം. അതിൽ ഭൂമി വാങ്ങിക്കൂട്ടി ഭർത്താവിൻ്റെയും കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഉടമയും ഭൂമി വാങ്ങിക്കൂട്ടി, അതിൽ ബിനാമി ഇടപാടുണ്ട്. മറ്റൊന്ന്, കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കേയും കൂടുതൽ കരാറുകൾ, അതായത് 11 കോടിയോളം രൂപയുടെ കരാറുകൾ ലഭിച്ചു എന്നും ഷമ്മാസ് ആരോപിക്കുന്നു. ഷമ്മാസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതായത് ഈ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഉടമ അയാളുടെ പേരിൽ ഭൂമി വാങ്ങിക്കുന്നു, VP അജിത്ത് അയാളുടെ പേരിലും ഭൂമി വാങ്ങിക്കുന്നു. ഇതിൽ രണ്ടും വ്യത്യസ്ത ആധാരങ്ങളാണ്. അങ്ങനെ ഇപ്പോൾ എന്താണ് അതിൽ ബിനാമി സ്വത്ത് ഇടപാട് അല്ലെങ്കിൽ ഒരുമിച്ച് വാങ്ങിക്കൂട്ടിയെന്ന് എങ്ങനെയാണ് ആരോപിക്കാൻ കഴിയുക? അതായത് ഈ രണ്ട് ഭൂമി എന്ന് പറയുന്നത് ഒരൊറ്റ സ്ഥലം തന്നെ, 4 ഏക്കറോളം സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ പാലക്കയം തട്ടിലെ ഒരു പ്ലോട്ടിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഇതിന് പുറമെ മറ്റ് ഭൂമികളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബിനാമി കമ്പനി രൂപീകരിക്കുന്നത് പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമാണ്. 2000 അതെ, ഈ തട്ടിക്കൂട്ട് ബിനാമി കമ്പനി രൂപീകരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പി ദിവ്യ ചുമതലയേറ്റതിന് ശേഷമാണ്. അതിനുശേഷം ഈ കമ്പനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നതും ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ ABC കേന്ദ്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. തുടർന്ന് ഇങ്ങോട്ട് ആ കമ്പനി നിർവഹിച്ച മുഴുവൻ പദ്ധതികളും ഏതാണ്ട് 10-11 കോടി രൂപയുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രീ ഫാബ്രിക്കേറ്റ് നിർമ്മാണ പ്രവർത്തികൾ മാത്രമാണ്. ഈ പറഞ്ഞ മറ്റെല്ലാ പ്രവർത്തികൾക്കൊപ്പം തന്നെ ഈ കമ്പനിക്കാണ് മുഴുവൻ കരാർ പ്രവൃത്തികൾ പോയത്. നിയമപ്രകാരം ടെൻഡർ വിളിച്ചിട്ടായിരിക്കില്ല, അത് നമുക്ക് കരാറുകൾ ലഭിച്ചു എന്നതിന് അപ്പുറത്തേക്ക് അത് നിയമവിരുദ്ധ കരാറാണ്. അവിടെയാണ് ഒരു സാങ്കേതികത്വം നിലനിൽക്കുന്നത്. ഈ പറഞ്ഞ സിൽക്ക് വഴിയാണ് ഈ കരാറുകൾ മുഴുവൻ നൽകിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിലുള്ള നിർമ്മാണ പ്രവൃത്തികളെല്ലാം കൃത്യമായി ഒരു കമ്പനിക്ക് തന്നെ ലഭിക്കുന്നു? മറ്റ് പുറത്തൊരു കമ്പനിക്ക് സമാന വിധത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്ന നിരവധി കമ്പനികൾ കേരളത്തിലുണ്ട്, നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവർക്കൊന്നും ലഭിക്കാതെ കൃത്യമായി എങ്ങനെയാണ് ഈ കമ്പനിക്ക് മാത്രം ലഭിക്കുന്നത്? പി ദിവ്യയുടെ നാട്ടുകാരനാണ് ഈ പറഞ്ഞ ബിനാമി കമ്പനിയുടെ മുതലാളിയായ ആസിഫ്, അടുത്ത സുഹൃത്താണ്, രണ്ടുപേരും ഒരുമിച്ചുള്ളതാണ്. ഈ പറഞ്ഞ മുഹമ്മദ് ആസിഫിൻ്റെയും ഈ പറയപ്പെട്ട ദിവ്യയുടെ ഭർത്താവ് അജിത്തിന്റെയും പേരിലാണ് ഈ ഭൂമികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത്. ഇത് അവിടെ കൊണ്ട് ഈ കാർട്ടൺ കമ്പനിയെ കുറിച്ചുള്ള ആരോപണങ്ങൾ പുതിയതല്ല. ആ ദിവസങ്ങളിൽ ചർച്ചകൾ സജീവമായി പറഞ്ഞതാണ്. അതിൻ്റെ എന്തോ രേഖകളൊക്കെ കൊണ്ടാണ് KSUവിൻ്റെ പുതിയ ആരോപണം.